ഇന്ന് ആരാണാവോ കണി. ഓ, നാശം. ബെറ്റ് തവളാച്ചി വരുന്നുണ്ട്. ഇവളുടെ മുമ്പിൽ തന്നെ പെട്ടല്ലോ ദൈവമേ. കയ്യിലെ കാശെല്ലാം ഉടായ്പിലൂടെ അടിച്ചെടുക്കും. മക്കൾക്ക് പാല് വാങ്ങാനുള്ള കാശേ ഉള്ളു, അത് പോയത് തന്നെ. ഒളിച്ചു പോയാലോ? ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നീർക്കോലിയമ്മ തവളാച്ചിയെ കാണാതിരിക്കാൻ പൊന്തക്കാട്ടിലേക്ക് ഒരൊറ്റ ചാട്ടം. അല്ല നീർക്കോലിയമ്മേ, ഞാൻ കണ്ടുപിടിച്ച്. ഞാൻ പിടിച്ച് തിന്നത്തൊന്നുമില്ല. ഒരു കാര്യം ചോദിക്കാനാന്നേ വന്നേ. ഓ, ബെറ്റ് തവളാച്ചിയോ? ഞാൻ നിന്നെ കണ്ടതേ ഇല്ല. മക്കൾക്ക് പാല് വാങ്ങാൻ ഇറങ്ങിയതാ. ഓ ഓ ഓ, ആ ചെളിക്കുഴിയിലാണോ പാല്? വേല മനസ്സിലിരിക്കട്ടെ കോലാച്ചിത്തള്ളേ. സുഖമല്ലേ? കുറെ നാളായല്ലോ കണ്ടിട്ട്. ഇങ്ങോട്ടൊന്നും കാണുന്നേ ഇല്ലല്ലോ. അതെങ്ങനെ കാണും? കുറെ കാശ് വെറ്റില് തരാനുണ്ടല്ലോ, അതുകൊണ്ട് തള്ളക്ക് കണ്ണി പിടിക്കത്തില്ലല്ലോ. ഓ, ഞാൻ മറന്നുപോയതാടി. എല്ലാം കൂടെ ഒരുമിച്ച് തരാം. ഞാൻ പിന്നെ തരാം. ഞാൻ ഇപ്പൊ പോട്ടെ, അല്പം ധൃതിയുണ്ട്. ചേച്ചി തരാനുള്ള കാശൊന്നും ഇനി വേണ്ട. നമുക്കേ അതെല്ലാം വെച്ചൊരു ബെറ്റങ്ങ് വെച്ചാലോ? ചേച്ചി ചേച്ചാ ആ കാശും തരണ്ട. അപ്പോ തോറ്റാലോ? ഏയ്, ഇത് തോക്കത്തൊന്നും ഇല്ല ചേച്ചി. അത് 100% ഗ്യാരണ്ടി. ബെറ്റിനുള്ള കാര്യം പറയടി, എന്നിട്ട് പന്തയം വേണോ വേണ്ടോന്ന് തീരുമാനിക്കാം. ഓക്കേ. ദോ അവിടെ നിന്ന് മനുഷ്യ വരുന്നത് കണ്ടോ? നോക്കട്ടെ. കണ്ട് 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 വരുന്നുണ്ട്. നീ കാര്യം പറ. പന്ത് ഇതാണ്. ചേച്ചി ആദ്യം അയാളെ കടിക്കണം. അയാള് പേടിച്ചു കരഞ്ഞാൽ ചേച്ചി ജയിച്ചു. കാശൊന്നും തരണ്ട, ഒരു 50 രൂപ കൂടി തരാം. ചേച്ചിക്ക് അതുകൊണ്ട് പാല് വാങ്ങാൻ പറ്റും. പിന്നാലെ വരുന്നയാളെ ഞാൻ കടിക്കാം. അയാൾ കരഞ്ഞാൽ ഞാൻ ജയിച്ചു. ചേച്ചി തരാനുള്ള കാശ് 100 അല്ലേ? എനിക്ക് ഇരട്ടിയൊന്നും വേണ്ട, 150 തന്നാലും മതി. നീർക്കോലിയമ്മയ്ക്ക് വളരെ സന്തോഷമായി. ഇവളെന്തൊരു മണ്ടിയാണ്. പാമ്പ് കടിച്ച ഏതൊരുവനും പേടിക്കും. ഇവള് കടിച്ചാല് ഏതെങ്കിലും പൊട്ടം പേടിക്കുവോ? സന്തോഷായി കാക്ക. അതും നീർക്കോലിയമ്മയ്ക്ക് ഇഷ്ടമായി. ഈ കാശിന്റെ കാര്യത്തിൽ എന്തായാലും രക്ഷപ്പെട്ടു. മക്കൾക്ക് ഓരോ മിൽക്കി ബാറും കൂടി വാങ്ങാം. എന്തായാലും ഇവളെ ഒളിച്ചു പോകാഞ്ഞത് നന്നായി. അതെ, അയാള് വരുന്നു. ഞാൻ ആദ്യം കടിക്കട്ടെ? നിക്ക് 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 നിക്ക്, ഒരു കണ്ടീഷൻ ഉണ്ട്. ഞാൻ കടിച്ചിട്ട് ഒളിക്കും. അപ്പൊ അയാൾ പേടിച്ചിട്ട് കരയുന്നുണ്ടോ എന്നറിയാൻ അയാളുടെ മുമ്പിൽ ചേച്ചി നിൽക്കണം. അതുപോലെ ചേച്ചി കടിച്ചിട്ട് ഒളിക്കണം. ഞാൻ അയാൾ കരയുന്നുണ്ടോ എന്നറിയാൻ മുന്നിൽ നിൽക്കാം. എന്നാ കൊള്ളാം. ഞാൻ അങ്ങനെ ആവട്ടെ. നീർക്കോലിയമ്മ മനസ്സിൽ കരുതി. സാധാരണ ഞാൻ കടിച്ചാൽ എന്നെയാണ് അവർ തല്ലി കൊല്ലാറ്. ഇപ്പൊ അവളായിട്ട് തന്നെ അവളുടെ വിധി വാങ്ങിച്ചെടുക്കുകയാണ്. അങ്ങനെയാവട്ടെ. നീർക്കോലിയമ്മയ്ക്ക് ആ കണ്ടീഷനും ബോധിച്ചു. നേരം സന്ധ്യയായി തുടങ്ങി. ഇരുട്ട് പതുക്കെ പതുക്കെ കയറി. ആദ്യം ആ വഴിയിലൂടെ ഒരാൾ വന്നു. അയാളുടെ കീഴിൽ ഒരു ടോർച്ചും ഉണ്ടായിരുന്നു. പന്തയപ്രകാരം നീർക്കോലിയമ്മയാണ് ആദ്യം കടിക്കാനായി ചെന്നതും. അയാളുടെ കാലിൽ ഒരു കടി കൊടുത്തിട്ട് ഇരുട്ടിലേക്ക് നീർക്കോലിയമ്മ മറഞ്ഞു. ആ നേരം തവളച്ചാരെന്ത് ചെയ്തു? അയാളുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിന്നു. ടോർച്ചിന്റെ വെളിച്ചത്തിൽ അയാൾ കണ്ടത് ആരെയാണ്? തവളയാണ്. ഓഹോ, തവളയായിരുന്നു. അയാൾ ചിരിച്ചുകൊണ്ട് പോയി. ആ കടിക്ക് എന്റെ ഒരു പല്ലും പോയതാണ്, എന്നിട്ടും അയാള് ചിരിക്കുന്നു. പാവം നീർക്കോലിയമ്മയ്ക്ക് വളരെ വിഷമം തോന്നി. ആ വഴിയിലൂടെ ഇനി വരുന്നയാളെ നോക്കി 2 പേരും അങ്ങനെ കണ്ണും നട്ട് കാത്തിരിപ്പ് തുടങ്ങി. 2 പേരാണ് വരുന്നത്. ഞാൻ എന്തായാലും 2നെയും കടിക്കും. അവരടുത്ത് വന്നപ്പോൾ തവള ഒറ്റ ചാട്ടത്തിന് അവരെ കടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? തവള ഇരുളിലേക്ക് മറഞ്ഞു. കടി കൊണ്ട് അവർ ടോർച്ചടിച്ച് നോക്കിയപ്പോ കണ്ടത് ആരെയാണ്? നീർക്കോലിയമ്മയെ. ഉടനെ അവർ പേടിച്ച് കരഞ്ഞു. കൂടെ ഒരു വടിയെടുത്ത് പാവം നീർക്കോലിയമ്മയെ തലങ്ങും വിലങ്ങും പൊതിരെ തല്ലി. ശരീരം മുഴുവൻ അവന്മാരെ അടിച്ചു നുറുക്കി. എന്റെ അമ്മേ,
മക്കളുടെ പ്രാർത്ഥന കൊണ്ട് ജീവനെങ്കിലും കിട്ടി. ആ തവളയുടെ പൊടി പോലും കണ്ടില്ലല്ലോ. ഈ പാമ്പിന്റെയും തവളയുടെയും കഥയിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? കൂട്ടുകൂടാനായാലും തല്ലുകൂടാനായാലും സമന്മാരോട് മാത്രമേ ആകാവൂ. അതിന് പിന്നിലെ ചതി അറിയണം. ചതിയനെയും ഒരിക്കൽ വേദനിച്ചവൻ കൂട്ടുകൂടുന്നത് അത് തിരികെ നൽകാനാണെന്നറിയുക. അടുക്കുന്നത് ശത്രുവായാലും അകലുന്നത് മിത്രമായാലും സൂക്ഷിക്കണം. അത് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും അകറ്റിയവർ അടുത്തു വരുന്നത് ഒരിക്കലും നല്ലതിനാവില്ല. അടികൊണ്ടത് തവളയാണെങ്കിലും പാമ്പാണെങ്കിലും കരുതിയിരിക്കണേ. മറ്റൊരാളുടെ കൈകളില് പാവയാകരുതേ ഒരിക്കലും. ലാഭം കാണുന്നിടത്ത് നഷ്ടങ്ങൾ കാണാമറിയത്തുണ്ടാകും. ഇനിയും കാണാം. അതുവരെ ബൈ.